നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് റബ്ബർ തോട്ടത്തിലെ റബ്ബർ മരങ്ങൾ മുഴുവൻ മുറിച്ചു കളഞ്ഞ് ഡ്രാഗൺ ഫ്രൂട്ട് ചെടി വെച്ച് നമ്മളുടെ ഈ കൊച്ചു കേരളത്തിൽ ലക്ഷങ്ങൾ സമ്പാദിക്കുന്ന ഒരു കർഷകനെ കാണാനും കൃഷിയെ പറ്റി അറിയാനുമാണ്. ഒരു അരസെന്റ് വസ്തു ഉള്ളവർ മുതൽ മുകളിലോട്ട് ആർക്ക് വേണമെങ്കിലും ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്ത് ഈ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. ഈ ഡ്രാഗൺ ഫ്രൂട്ട് ചെടി വെച്ചതിന് ശേഷം ചെടിയുടെ വളർച്ചയൊക്കെ ഈ ഒരു കർഷകൻ കണ്ടത് അങ്ങ് അമേരിക്കയിൽ ഇരുന്നാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതായത് അത്രയ്ക്ക് സിമ്പിളായിട്ട് ചെയ്ത് വൻ ലാഭം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു കൃഷിയാണ് ഡ്രാഗൺ ഫ്രൂട്ട്. തോട്ടത്തിന്റെ ഉടമസ്ഥൻ വിദേശത്തായിരുന്നു. ചെടി വെച്ചതിന് ശേഷമുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഈ ഒരു അമ്മയാണ്. ഞാൻ കഴിച്ചു നോക്കി, കൊള്ളാം, നല്ല ടേസ്റ്റാ. പിന്നെ ഞാനാ ഇതിനകത്ത് ജോലിയെല്ലാം ചെയ്യുന്നത്. ഒറ്റയ്ക്കാ ജോലി ചെയ്യുന്ന ഞാൻ. പിന്നെല്ലാം നല്ല വൃത്തിയായിട്ട് നോക്കുന്നുണ്ട്. പറഞ്ഞു വരുന്നത് മറ്റ് കൃഷികളെ പോലെ വലിയ പരിചരണമൊന്നും ഈ കൃഷിക്ക് ആവശ്യമില്ല എന്ന് തന്നെയാണ്. ഒരു ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ മാസം വരെയാണ് ഡ്രാഗൺ ഫ്രൂട്ട് നടാൻ പറ്റിയ സമയം. ചെടി ഇപ്പോൾ സുലഭമായിട്ട് ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു തവണ വെച്ചാൽ 25 വർഷത്തേക്ക് ആയുസ് ഉള്ളത് കൊണ്ട് തന്നെ 25 വർഷം നിലയ്ക്കാത്ത വരുമാനം കിട്ടും. ഇപ്പോൾ വഴിയോരങ്ങളിൽ 250-300 രൂപ വരെയൊക്കെ കിലോയ്ക്ക് ഈടാക്കുന്നുണ്ട്. ഒരു ചെറിയ ചെടിയിൽ നിന്ന് തന്നെ നല്ല വിളവ് ആദ്യത്തെ 8 മാസം കഴിഞ്ഞാൽ തന്നെ കിട്ടും. വേനൽക്കാലത്ത് ആഴ്ചയിൽ ഒരിക്കലുള്ള നനയും 4 മാസം കൂടുമ്പോൾ ഉള്ള വളമിടിയിലും കളപറിക്കലും ഇടയ്ക്കിടയ്ക്കുള്ള സന്ദർശനവും മാത്രമാണ് പരിചരണം. വളം ഇടാനായാലും പുറത്തു നിന്ന് ആളെ വിളിക്കേണ്ട ആവശ്യവുമില്ല. കാരണം ഈ ചെടിയുടെ വേര് വരുന്നത് മുകൾ മണ്ണിലായതുകൊണ്ട് തന്നെ ചെവിട്ടിൽ കുഴിക്കാതെയാണ് ജൈവവളങ്ങൾ ഇടുന്നത്. ഒരു ചെടിയിൽ നിന്ന് 10 മുതൽ 14 പഴങ്ങൾ വരെ ലഭിക്കും. അതായത് ഏകദേശം 6 മുതൽ 7 കിലോ വരെ. 200 രൂപ ഏറ്റവും കുറഞ്ഞ വില എന്ന് നമ്മൾ കൂട്ടിയാൽ തന്നെ ഒരു ചെടിയിൽ നിന്ന് ഏകദേശം 1400 രൂപയോളം വരുമാനം നമുക്ക് ഉറപ്പായിട്ടും ഉറപ്പിക്കാൻ വേണ്ടി പറ്റും. ഇത് യൂട്യൂബിൽ കൂടെ ഞാൻ കണ്ട് നമുക്കിത് സൗകര്യമാണ്. റബ്ബറായിരുന്നു ഇതിനകത്ത്, അത് വെട്ടിക്കളഞ്ഞ് അങ്ങനെ ചെയ്യാമായിരുന്നു. എത്ര വർഷം എടുത്തു ഇങ്ങനെ? ഇതിന് ഒരു ആദ്യത്തെ വർഷം തന്നെ എനിക്ക് വിളവ് കിട്ടി തുടങ്ങി. ഒരു വർഷത്തിനുള്ളിൽ വിളവ് കിട്ടി. ഇല്ല, ഇത് ഓർഗാനിക്കാണ്. ഇത് നമ്മൾ ചാണകവും രാസവളവും ഒന്നും ചെയ്യുന്നില്ല. ചെയ്താൽ ഇതിൻ്റെ ഇരട്ടിയായി ഉള്ളൂ. നമുക്ക് തൈ അത്തിക്കയത്ത് വന്നാണ് മേടിച്ച തൈ. പക്ഷേ ഇത് ഇപ്പൊ 1000 മൂടുണ്ട്. 1000 മൂടുണ്ട്. ഇവിടെ തന്നെ ഇപ്പൊ നിങ്ങൾ കയറി വന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് തരാതിരിക്കാനൊക്കെ 175. റബ്ബറിനേക്കാൾ ആദായകരമാണെന്ന് വിശ്വസിക്കും അല്ലേ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വരുന്നുണ്ടെന്ന് കാണാനുള്ള തോന്നുന്നുണ്ട്. സാർ അപ്പം നാട്ടിലുള്ള ആളല്ല? അല്ല, അമേരിക്കയിലാണ്. ഇപ്പൊ വെക്കേഷൻ വേണ്ടി വന്നതാണല്ലേ? ആളെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇപ്പം നോക്കാൻ വേണ്ടിയിട്ട് സ്ഥിരം ആളുണ്ടോ? കാരണം കൂടുതൽ എനിക്കൊന്ന് കള്ളന്മാര് റോഡ് സൈഡ് ആയതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് അങ്ങനെ ഒരു കാര്യം വന്നിട്ടില്ല. ഇല്ല, അതാ എൻ്റെ വീട്. ഞങ്ങൾ ഈ ഡ്രാഗൺ ഫ്രൂട്ട് ഇതെല്ലാം ഉണ്ട്. ഇതിന്റെ വിളവ് കാലവും അതുപോലെ തന്നെ എങ്ങനെയാണ്? ഇപ്പൊ എത്ര നാൾ? ഏപ്രിൽ മുതൽ പൂക്കാൻ തുടങ്ങും. അടുത്ത നവംബർ വരെ ഒരു 6 പ്രാവശ്യം ഫലമെടുക്കാം. ഒരു തൈ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വിളവ് കിട്ടാൻ എത്ര കാലാവസ്ഥ എടുക്കും? 8 മാസം. എനിക്ക് 8 മാസം എടുത്തുള്ളൂ. 8 മാസം എടുത്തു. അതാ റൈറ്റ് ടൈം വെച്ചാൽ. ഏത് മാസമാണ് വെക്കേണ്ടത്? സെപ്റ്റംബറിൽ വെച്ചാൽ അടുത്ത മെയ്യിൽ. ഒരുപാട് ആൾക്കാർക്ക് ഇത് തുടങ്ങാനുള്ള ആഗ്രഹം ഉണ്ടായി. അവരോട് എന്ത് പറയാനുള്ളത്? പറയാനുള്ളത് ഇത് ലാഭമാണ്. നല്ല ബിസിനസ്സാ, നല്ല ലാഭവുക.